മടങ്ങി വരുമ്പോൾ തൃശൂരിൽ കള്ളവോട്ട് നടന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചത് UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരനാണ്. ഇതിന് മറുപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ. പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നതാണ് സുനിൽകുമാറിന്റെ മറുപടി. ഇടതു പ്രവർത്തകരാരും BJPക്ക് വോട്ട് ചെയ്യില്ല. കേഡർ പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന് കെ മുരളീധരന് ഇതുവരെയും അറിയില്ല. കെ മുരളീധരന് വേണ്ടി പ്രവർത്തിക്കാനും വോട്ട് ചോദിക്കാനും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഉന്നതർ തൃശ്ശൂരിലെത്താത്തതും അവിടെ ഇടതുപക്ഷം ആയുധമാക്കുകയാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങളുടെ വിജയസാധ്യതയെ ബാധിക്കില്ല എന്നും VS സുനിൽകുമാർ പറയുകയും ചെയ്തു. തൃശ്ശൂരിൽ സ്ഥാനാർത്ഥികൾ കൂട്ടലും കിഴിക്കലുമെല്ലാമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ദിവസം കണക്ക് കൂട്ടലുകളുടേതാണെന്നാണ് പൊതുവെ പറയുന്നത്. നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ചേരുന്നു. എന്താണ് പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്, അത് ഏതെങ്കിലും രീതിയിലൊരു ആശങ്കയ്ക്ക്? പോളിംഗ് കുറഞ്ഞത് ആശങ്കയില്ലെന്ന് മാത്രമല്ല, അത് വലിയ പ്രതീക്ഷ, ഞങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് കരുത്ത് പകർന്നതും ഞങ്ങളുടെ ഭൂരിപക്ഷം നന്നായി വർദ്ധിക്കുന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ടില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 77% പോളിംഗ് ഉണ്ടായിരുന്നു ഈ മൊത്തം തൃശ്ശൂർ മണ്ഡലത്തിൽ. ആ പോളിംഗ് ശതമാനം 5% കുറഞ്ഞു പോകും. അതിൽ 5% കുറവുണ്ടായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച്, പ്രത്യേകിച്ച് ഗുരുവായൂരും തൃശ്ശൂരും ഗണ്യമായ 68 or 69 എത്തിയിട്ടുണ്ട്. അതൊക്കെ LDFന് നല്ല ഗുണം ചെയ്യുന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. കാരണം ഞങ്ങളുടെ പോളിംഗ് സ്ക്വാഡുകൾ ഞങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നു. ആ പോളിംഗ് സ്ക്വാഡുകൾ ഞങ്ങളുടെ വോട്ടുകളൊക്കെ ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല പണി ഞങ്ങളുടെ ആളുകൾ ചെയ്തിട്ടുണ്ട്, നന്നായി പണിയെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ UDF അങ്ങനെ ഈ ബോർഡുകൾ വെക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഉള്ള പ്രവർത്തനം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വോട്ടുകളിൽ ഗണ്യമായി കുറവ് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ ഇലക്ഷൻ്റെ റിസൾട്ടിൽ ഞങ്ങൾ പ്രതീക്ഷയെക്കാളും മെച്ചപ്പെട്ട റിസൾട്ടായിരിക്കും പ്രശ്നം ഉണ്ടാവുക ഭൂരിപക്ഷത്തിൽ. എല്ലാം മണ്ഡലം ലീഡ് ചെയ്യും. നിങ്ങൾ 4-ാം തീയതി നോക്കിയോ, 7 മണ്ഡലം ലീഡ് ചെയ്യും. ഇവിടേക്ക് വരുമ്പോൾ നിരവധിയായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഈ 1.5 മാസം ആവശ്യത്തിലധികം വിഷയങ്ങൾ തൃശ്ശൂർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായതല്ല, ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ. അത് ആൾക്കാർക്ക് അറിയാം, ഉണ്ടായതല്ല ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയ വിഷയങ്ങളൊക്കെ ഇപ്പോൾ തലേ ദിവസം എന്തൊക്കെ വിഷയം ഉണ്ടാക്കി? തലേ ദിവസം CPM-മാർ ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ട് വീതം മറിച്ചു കൊടുക്കുന്നു. മലയാള മനോരമ പത്രം ആധികാരിക രേഖ പോലെ പറഞ്ഞിരുന്നത് CPM BJPക്ക് മറച്ചു കൊടുക്കുക 38,824 വോട്ടുകൾ. മനോരമ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. അത് ആരെ വാക്കാണ്? TN പ്രതാപൻ നടത്തിയ പത്രസമ്മേളനമാണ് ഈ പറയുന്നത്. അത് ഇന്നലെ പത്രത്തിൽ കൊടുത്ത പത്രമുണ്ട് ഇവിടെ, നമ്മുടെ മലയാള മനോരമയാണ് ചെയ്തത്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, അവർക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? 25 വോട്ട് വീതം കൊടുക്കുമെന്ന് പറഞ്ഞത് പ്രതാപനെ ഇപ്പം എന്തും പറയാം. ഒരു പത്രം അത് കൊടുക്കുമ്പോൾ അതിനൊരു ആധികാരികത വേണ്ടേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ CPM-ൻ്റെ ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ട് വീതം BJPക്ക് കൊടുക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പലയിടത്തും പറയല്ല, BJP ജയിക്കാണ്ടിരിക്കാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ CPM-ന് വോട്ട് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ. അത് BJP ജയിക്കാണ്ടിരിക്കാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാവുന്ന പരിപാടി ചെയ്തിട്ടുണ്ട്. അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെ, തൃശ്ശൂർ മണ്ഡലത്തിൽ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ എന്താ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഇവിടുത്തെ മതേതര വിശ്വാസികളുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് തോന്നിയപ്പോൾ അവരൊരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു CPM-ൻ്റെ ഒരു കേഡറോട് CPM നേതൃത്വത്തിന് ഇത്തവണ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവോ? അങ്ങനെ പറഞ്ഞവർ ചെയ്യോ? ഈ 3 കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പിന്നെ ഗോവിന്ദൻ മാഷിക്ക് എന്ത് രാഷ്ട്രീയമുണ്ടോ ആ രാഷ്ട്രീയം തന്നെയുള്ള ആൾക്കാരാണ് CPM-ൻ്റെ സാധാരണ പാർട്ടി മെമ്പർമാരെന്ന് പറഞ്ഞ ആൾക്കാർ. അതുകൊണ്ട് കേഡർ പാർട്ടി ഇവർ കേഡർമാരായിട്ടുള്ള 25 ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചാൽ പ്രധാനം പറഞ്ഞത്. എന്താ പ്രധാന കേഡർ എന്ന് തന്നെ മനസ്സിലായില്ല. എന്താ കേഡർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ രാഷ്ട്രീയം ഒട്ടിപ്പിടിക്കുന്ന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും രാഷ്ട്രീയത്തിന് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായാൽ പോലും ചോദ്യം ചെയ്യുന്നതാണ് കേഡർമാർ. ആ കേഡർമാരോട് അടിസ്ഥാന രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ വോട്ട് ചെയ്യും. ഇനി വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ ഈ പ്രസ്ഥാനത്തിലൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നാളെയും ഈ നാട്ടിൽ പ്രവർത്തിക്കേണ്ടതല്ലേ? CPM-നാണെങ്കിലും CPI-ക്കാണെങ്കിലും. തൃശ്ശൂരിലെ അന്തരീക്ഷം ഇങ്ങനെ കലക്കിയെടുക്കുന്നത് ആരായിരുന്നു മുൻപന്തിൽ? BJP ഒന്നാമത്തെ കക്ഷി BJP. കാരണം അവർക്ക് BJP എപ്പോഴും സ്ട്രെയിറ്റ് രാഷ്ട്രീയമല്ല. BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്?
ഒന്ന് വ്യാജമായി വോട്ട് ചേർക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു പക്ഷേ വോട്ടുകൾ മെഷീനറി പ്രത്യേകിച്ച് CPM രണ്ടാമത്തെ വോട്ടുകളെല്ലാം കാര്യം അവർ ഒപ്പം ഉണ്ടായിരുന്നു എന്നതാണ് VS സുനിൽകുമാർ പറയുന്നത്. MV ഗോവിന്ദൻ, MV ജയരാജൻ